എല്ലാവർക്കും നമസ്കാരം. അവർ രണ്ടുപേരും നല്ല ഉറക്കമോ, ചേട്ടായി എഴുന്നേറ്റിട്ടില്ല. രാവിലെ വിളക്ക് കത്തിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു. ഇച്ചിരി തിരക്കുള്ള ദിവസമാണ്. ഇന്ന് എനിക്ക് എക്സാം ഉണ്ട്, 8:30 ആകുമ്പോൾ ഇറങ്ങണം. ഇവർ രണ്ടുപേരെ ഞാനാണ് സ്കൂളിൽ കൊണ്ടുപോകേണ്ടത്. മോൾക്ക് ക്ലാസ് ഉണ്ട്, മോന് ഇന്ന് പഠിത്തമില്ല. പക്ഷേ മോനും അവിടെ സ്കൂളിൽ നിന്ന് പോവുക. ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഉച്ചവരെ ഉള്ളു, അതുവരെ അവനവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു അവിടെ കൂടെ. ടീച്ചറിന് സമ്മതമാണ് കേട്ടോ. അപ്പോൾ രാവിലെ പണിയൊക്കെ തുടങ്ങി, ചായയും കാപ്പിയും ചോറും ഒക്കെ വെച്ചിട്ട് വേണം ഇന്ന് പോകാനായിട്ട്. നല്ല മഴയാണ് പുറത്ത്. ഇപ്പോൾ ഒരു 5:45 ചായ വെച്ചിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ നോക്കാനായിട്ട്. ഞാൻ എഴുന്നേറ്റപ്പോഴേ സുന്ദരി പൂച്ച എൻ്റെ കൂടെ നടപ്പുണ്ട്, കരഞ്ഞ് കരഞ്ഞ്. അവൾ ഗർഭിണി പൂച്ച കേട്ടോ. അവൾക്ക് എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. വീടിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. മഴയാണെങ്കിൽ അവൾ ഒട്ടും പുറത്തോട്ട് ഇറങ്ങത്തില്ല. അതാണ് അവിടെ പരിപാടി. ഇന്നലെ കിടന്നപ്പോഴേ രണ്ടുപേരും പറഞ്ഞു നാളെ ഞങ്ങൾക്ക് പാല് വേണ്ട, രാവിലെ ചായ മതിയെന്ന്. തണുപ്പത്ത് ചായ കുടിക്കാനാണ് നല്ലതെന്ന്. അതുകൊണ്ട് ചായ ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ കരുതിയാണ് ഇന്ന് വെക്കുന്നത്. ഇന്ന് പിന്നെ പുട്ടും കടലക്കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കടല ഇന്നലെ വെള്ളത്തിലിട്ടുകൊണ്ട് പലഹാരം പുട്ടാക്കണം. മോങ്കൂട്ടൻ്റെ പുട്ട് ഇഷ്ടമല്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവന് പുട്ട് ദേഷ്യമാണേ. അപ്പം അങ്ങനെ പാല് ഞാൻ ഒരു കൈ ഫോൺ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് പാലെടുക്കാൻ പാടില്ലെങ്കിൽ ഇച്ചിരി കൂടെ ഫാസ്റ്റ് വെച്ചാൽ. ചായ അങ്ങനെ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് കിടക്കുന്നത് ഇഞ്ചിയാണേ. ഇഞ്ചി ഇട്ട് ചായ തിളപ്പിച്ച് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഏലക്കയെക്കാട്ടും ഇഷ്ടം ഇഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇഞ്ചി ഇട്ടത്. ഇച്ചിരി കടുപ്പം കുറഞ്ഞ തേയിലയാണ്. ഞാൻ കടുപ്പം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നല്ല കടുപ്പമുള്ള തേയിലയാണെങ്കിൽ ഒത്തിരി സമയം ചായ തിളപ്പിക്കത്തില്ല. കടുപ്പം കുറവാണ്, എത്ര ഇട്ടാലും കടുപ്പം കുറവാണ്. അതുകൊണ്ട് ഇച്ചിരി തിളപ്പിച്ചിട്ടെടുത്തത്. ഏട്ടൻ എഴുന്നേറ്റിട്ടില്ല, ഏട്ടനെ വിളിച്ച് ചായ കൊടുക്കണം. ഏട്ടൻ ഇച്ചിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞായിരുന്നു. ചായ ഇട്ടിട്ട് വേണം പോയി വിളിക്കാനായിട്ട്. ഇന്ന് പുരാണം പറയാനുള്ള സമയമൊന്നും ഇല്ല. ഏട്ടനും ധൃതിയാണ്, എനിക്കും പോകണം. നമുക്ക് ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സാണ്, അത് കറക്റ്റ് സമയത്ത്. പിന്നെ 10:30 ഉള്ളൂ. അപ്പോൾ എനിക്ക് പോക്ക് നടക്കത്തില്ല. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഇറങ്ങണം. അതുകൊണ്ട് ഇവരെ ഒരുക്കി ഇറങ്ങണം. എല്ലാം കൊണ്ട് നല്ല ധൃതി. അതിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് വീഡിയോസ് എങ്കിൽ എടുത്തേക്കാൻ ഓർത്തത്. ഏട്ടന് ചായ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങി. നല്ല മഴയായിരുന്നു രാത്രിയിൽ. പക്ഷെ മഴയൊക്കെ ഇപ്പോൾ ഇങ്ങനെ തോർന്നു നിൽക്കുക. നല്ല അന്തരീക്ഷമാണ് കണ്ടിട്ട്. 2 അമ്പലങ്ങളുണ്ട് അപ്പുറം ഇപ്പുറമായിട്ട്. ആ 2 അമ്പലങ്ങളിലെയും റെക്കോർഡ് കേൾക്കാം. രാവിലെ പാട്ട് രാമായണമൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കേൾക്കാൻ പറ്റും. അങ്ങനെ കേട്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് മനസ്സിന്. ഇന്നത്തെ അന്തരീക്ഷം തെളിഞ്ഞതായിരിക്കണേ, പരീക്ഷയും കഴിഞ്ഞ് ഞാൻ വരുന്നത് വരെ എന്നൊക്കെയാണ് ആഗ്രഹവും പ്രാർത്ഥനയും. അറിയത്തില്ല. ഇങ്ങനെ കണ്ടിട്ട് നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. സുന്ദരി ഇതേ രാവിലെ പോവാം. സുന്ദരിക്ക് 3-4 പരിസരക്കാരുണ്ട് ഇവിടെ. അവിടെയൊക്കെ പോയിട്ട് അവളിന് വരത്തുള്ളൂ. നല്ല കാറ്റായിരുന്നു ഇന്നലെ രാത്രിയിൽ. കണ്ടോ, അന്തരീക്ഷം കണ്ടാൽ അറിയാം. ഇനി മഴയായിരിക്കുമോ എന്നറിയത്തില്ല. മഴയാണെങ്കിൽ ഞാൻ ശരിക്കും പെട്ടത് തന്നെ ഇന്നത്തെ പോക്ക്. പിന്നെ പെട്ടെന്ന് അകത്ത് കയറി കടല അങ്ങ് വെക്കുക. ഇച്ചിരി കടല ഇട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഇത് തന്നെ കൂടുതലാണ്, ഇവിടെ മിച്ചം കിടക്കും. സിമ്പിളായിട്ടാണ് കടലക്കറി വെക്കുകയും ചെയ്യുന്നത്. ഞാൻ കടലയ്ക്കകത്തോട്ട് എല്ലാം കൂടി ഇട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കും. സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും കടലയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും വെച്ച് വേവിച്ചെടുക്കും. വേവിച്ച് കഴിയുമ്പോൾ അരപ്പ് ചേർക്കും. ഞാൻ കടല വെച്ചപ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റ് വന്നിരുന്നു. തണുപ്പുണ്ട്, എങ്ങനെ കുളിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏട്ടൻ ദേ പല്ല് തേക്കുന്നു. ഇപ്പോൾ സമയം ഒരു 6:30 ആയതേ ഉള്ളൂ കേട്ടോ. കണ്ടിട്ട് നല്ല വെട്ടം തോന്നുന്നതാണ്. അവൾക്കാണെങ്കിൽ തണുപ്പ് പിടിച്ച്. ഞാൻ പുട്ടിന് നനയ്ക്കാനായിട്ട് വെള്ളം വെച്ചിരിക്കുക. ചെറു ചൂടുവെള്ളത്തിൽ പുട്ടിന് നനയ്ക്കുമ്പോൾ നല്ല രുചിയായിരിക്കും, നല്ല മയവുമായിരിക്കും. ഞാൻ അങ്ങനെ കേട്ടോ എടുക്കാറ്. അതിന് വേണ്ടിയിട്ടാണ് പൊടി എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല രുചിയായിരിക്കും പുട്ടിന്. വൈകുന്നേരത്തേക്കൊക്കെ പുട്ടിരുന്നാലും നല്ലതായിരിക്കും. അവനും അങ്ങനെ എഴുന്നേറ്റ് വന്നു. അവൻ ഇന്ന് ക്ലാസ് ഇല്ല, എന്നിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പരാതിയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ ഗൗരവം, കണ്ടോ മുഖത്തെ? തല ചൊറിയുന്നത് കണ്ട് ഞാൻ പറഞ്ഞു മുടി വെട്ടാം വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടേ. വേണ്ട, എൻ്റെ മുടി വെട്ടണ്ട എന്നൊക്കെയാണ് അവൻ പറയുന്നത്. സമ്മതിക്കത്തില്ല എൻ്റെ മുടി വെട്ടാൻ, എനിക്ക് മുടി വളർത്തണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. വെളിയിൽ അച്ഛനും മോളും എന്തൊക്കെയോ പുരാണോ, അച്ഛന് നേരത്തെ പോകണോ, എപ്പോൾ വരും എന്നൊക്കെ അവളവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ പുട്ടും അടുപ്പത്ത് വെച്ചു. ഏട്ടൻ ഇപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങും. ഏട്ടൻ ഭയങ്കര തെറുതി നിൽക്കുമോ ഇന്ന് ഇരുന്നിട്ടേ ഇല്ല. എഴുന്നേറ്റിട്ട് പെട്ടെന്ന് കറിയൊക്കെ ആക്കി എടുക്കണം, ഇല്ലേ കഴിക്കാതെ പോകും. പെട്ടെന്ന് ഞാൻ കടലക്കറി കൂട്ടി. ഇച്ചിരി കടലക്കറി ഉള്ളൂ കേട്ടോ, ഞങ്ങൾക്കിത് മതി. കൂടുതൽ ഉണ്ടാക്കിയിട്ടാൽ ആരും കഴിക്കാനില്ലല്ലോ ഇവിടെ. അതുകൊണ്ടാണ് ഇച്ചിരി കടലക്കറി.
പൊതുവേ ഇവർക്ക് ചാറ് മതി. പുട്ടും ഉണ്ടാക്കി വെച്ച് അച്ചാച്ചി കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വരും കാപ്പി കുടിക്കാനായിട്ട്. അവിടെ ധൃതിക്ക് ഞാൻ ഉണ്ടാക്കിയിടുന്നത്, അല്ലെ കഴിക്കാതെ പോവും. വെട്ടമടിക്കുന്ന വെന്റിലേഷൻ വഴിയുള്ള വെയിലിൻ്റെ കേട്ടോ അങ്ങനെ പെട്ടെന്ന് തോന്നുന്നത്. ഏട്ടൻ കഴിക്കാനായിട്ട് വന്നു. ഏട്ടന് കറി പറ്റിയിട്ടില്ല, എനിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ച് ചാറ് മതിയെന്ന് പറയുക. കറി കുറച്ചും കൂടെ പറ്റാനുണ്ടെന്ന് പറയുമ്പോൾ ഇച്ചിരി ചാറ് ഒഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്തെങ്കിൽ ഷേക്ക് അങ്ങ് അടിച്ച് കൊടുത്തേക്കാന്ന്. അതാണ് ഇന്നും രാവിലെ കുടിക്കുന്നത്. പലഹാരം കഴിപ്പ് കണക്കായി. വെളുപ്പാങ്കാലത്തൊക്കെ കഴിച്ചുകൊണ്ട് പോകാൻ മടിയാണ്. ഒരുത്തൻ പുട്ടും കടലക്കറിയുടെയും കാര്യം പറഞ്ഞ് പിണങ്ങി നിൽപ്പുണ്ട്. എനിക്ക് പുട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അവൾക്ക് പുട്ടിഷ്ടമാണ്. അവൾ പുട്ടും കടലക്കറിയും കഴിക്കാനായിട്ടിരുന്നു. മിക്കപ്പോഴും പപ്പടം കാണും കടലക്കറിയുടെ കൂടെ. ഇന്നലെ പക്ഷെ മറന്നുപോയി കടയിൽ പോയപ്പോൾ. മഴ ചാറിത്തുടങ്ങി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഞാനീ നിൽക്കുന്നത്. മഴയാണെങ്കിൽ ഇവരെയും കൊണ്ട് പോക്ക് ഭയങ്കര പാടായിരിക്കും. ബസ്സിൽ വേണ്ടേ പോകാൻ. പക്ഷേ നല്ലോണം മഴ പുറത്ത് പെയ്യുന്നുമുണ്ട്. അവനാണെങ്കിൽ പുട്ട് മടിയായതുകൊണ്ട് ഇങ്ങനെ കഴിക്കാതെ മടിച്ച് നിൽപ്പാ. അത് കഴിഞ്ഞിട്ട് അവൾ ഒരുങ്ങാൻ കയറിയപ്പോൾ അവിടെ വാലയിൽ ചെന്നിട്ട് കാണിക്കുന്നതാണ്ടോ കുരുത്തക്കേട്. ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി. അവൾ സ്കൂളിൽ പോകാൻ റെഡിയാവുന്നു, ഞാനും റെഡിയായി. ഞങ്ങളിപ്പോൾ ഇറങ്ങുവാണേ. നല്ല മഴയാണ്. അവൾ കഥയൊക്കെ പൂട്ടുന്നു. ബസ്സിൻ്റെ സമയമാണ്. ഇപ്പോൾ സമയം 8 മണി ആയതേ ഉള്ളൂ. 8:15 ആകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലണം. കുറച്ച് ദൂരം നടന്നു പോകണം. ചെന്നിട്ട് ഇവരെ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് അവിടുന്ന് അടുത്ത ബസ്സിന് വേണം പോകാനായിട്ട്. അവളും കുടയെടുത്ത് ഞാനും കുടയെടുത്ത് അവൻ ആ കിട്ടിയ സമയത്ത് മഴയത്ത് ഇന്ന് കളിക്കുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെ പണ്ടത്തെ മോഡൽ വീടായതുകൊണ്ട് കുറേ പൂട്ടി ഇറങ്ങണം കേട്ടോ. എല്ലായിടത്തും പൂട്ടി ഇപ്പോൾ അവൾ ഇതിലേ കൂടെ ഇറങ്ങി. ഇടയ്ക്കത്തെ വീഡിയോസ് കുറേ മിസ്സായേ. മഴയായതുകൊണ്ട് ഇവരുടെ സ്കൂളിൽ പോയ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ അവരെ വിട്ടിട്ട് ഞാൻ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുക എൻ്റെ പരീക്ഷാ സെൻറ്ററിലോട്ട്. ഞാൻ പഠിക്കുന്ന ഇവിടെയല്ല, എക്സാം സെൻറ്ററാണ് ഈ ആലപ്പുഴയിൽ. ബസ് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് വേണം പോകാനായിട്ട്. അത് കുറച്ച് ദൂരമുണ്ട്, ഉള്ളിലോട്ട് കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു സ്റ്റാൻഡിൽ തന്നെ ഓട്ടോ. ആ ഓട്ടോയിൽ കയറി എഞ്ചിനീയറിംഗ് കോളേജാണ് വാടക്കലെന്ന് പറയും, ആലപ്പുഴ. അവിടെ എത്താറായി. 60 രൂപ ചാർജ് ഓട്ടോ. അവിടെ എത്തി. ഇതാണ് ഞാൻ എക്സാം എഴുതുന്ന കോളേജ്. കുറേ അധികം ആൾക്കാരുണ്ട്. ഇനി നമ്മൾ ഹോൾ ടിക്കറ്റ് നോക്കി റൂമൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നതാണ് അടുത്ത പരിപാടി. അതിച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. നമ്മൾ കുറേ നോക്കി വേണ്ടേ കണ്ടുപിടിക്കാനായിട്ട്. ഹെൽപ്പിനൊന്നും ആരും അവിടെ കാണത്തില്ല. അതുകൊണ്ട് കണ്ടോ മഴയുടെതാണ് ഇവിടെ എല്ലാം വെള്ളം. അതുകൊണ്ട് ഞാൻ നല്ലോണം പോയി പരീക്ഷ എഴുതിയിട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു.